നമസ്കാരം. തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ആദ്യമായിട്ടാണ് ഒരു പണിയുടെ വീഡിയോ ഞങ്ങൾ എടുക്കാൻ പോകുന്നത്. ഒരു ഗ്ലാസ് ഡോർ ഇടുകയാണ് ഇവിടെ. ഞങ്ങൾ ഗ്ലാസ് ഡോർ വെക്കുകയാണ് ഞങ്ങളിവിടെ. 36 ഇഞ്ചാണ് ഇവിടെ ഡോറ് കണ്ടുള്ളത്. ബാക്കിയുള്ള സ്ഥലം ഫിക്സഡ് ഗ്ലാസ്. അപ്പോൾ അതിന് വേണ്ട ഫിറ്റിങ്സുകൾ ഇത് 4 ഇഞ്ചസ്. ഇത് ഞങ്ങൾ മാറ്റ്കോ എന്ന കമ്പനിയുടെ സ്ഥാപനമാണ് യൂസ് ചെയ്യുന്നത്. മാറ്റ്കോ എന്ന കമ്പനിയുടെ ഫിറ്റിംഗ്സും പാച്ചും 4 ഇഞ്ചസും ഞങ്ങൾ മാറ്റ്കോ കമ്പനിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബോട്ടം ഫിറ്റിംഗ്, ഇത് ടോപ്പ് ഫിറ്റിംഗ്. ഇതാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. പിന്നെ 36 ഇഞ്ചാണ് ഞങ്ങൾ ഡോറിന്റെ വീതി കണ്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് 36 ഇഞ്ച് കറക്റ്റ് ഇവിടെ നിന്നിങ്ങോട്ട് ടൈൽസിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് വെച്ചു. ഈ കട്ടിങ് ഈ ബോക്സ് കറക്റ്റ് ലെവലായിട്ട് വേണം, ഫ്ലോറിന് ലെവലാക്കിയിട്ട് വേണം ഈ ബോക്സ് അവിടെ കട്ട് ചെയ്ത് വെക്കാൻ. ടൈൽസിലെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ബോക്സ് ഇതിലേക്ക് കറക്റ്റായിട്ട് ഇറക്കി വെക്കും. ബോക്സ് ലെവലും ഫ്ലോർ ലെവലും ഇപ്പോൾ ഒരേ ഇതിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മളിതിൽ കട്ട് ചെയ്ത് ലെവലാക്കാം. ആദ്യം നമ്മളിവിടെ ഒരു ഫിക്സഡ് ഗ്ലാസ് വരുന്നുണ്ട്, ഒരു ഫിക്സഡ് ഗ്ലാസ്. അപ്പോൾ അത് അതിൻ്റെ ഫിറ്റിങ്സ് യൂസ് ചെയ്യുന്നത് എപ്കോ എന്ന കമ്പനിയുടെയാണ്. എപ്കോ. പിന്നെ ഇതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഗ്ലാസ് എപ്പോഴും ടഫൺ ആയിരിക്കണം. ഇങ്ങനത്തെ ഫിറ്റിങ്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഗ്ലാസ് എപ്പോഴും ടഫൺ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന കമ്പനിയുടെ സാധനമാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ച് ഗ്ലാസിന്റെ അളവ് എടുത്ത് കൊടുത്താൽ അവർ ഇതിന്റെ ഫിറ്റിങ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കട്ടിങ് അവർ ഗ്ലാസ്സിൽ നിന്ന് തന്നെ ഒരുക്കിയിട്ട് അവർ ചെയ്ത് നമുക്ക് വിട്ടത്. ഇന്ന ഫിറ്റിങ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നടക്കണം. പിന്നെ നീളം കൊണ്ടത് 3/4 ഇഞ്ച് ലൂസാണ് ഇട്ടുള്ളത്. അതായത് 6 നൂലാണ് ഞങ്ങൾ ഇതിന്റെ മൊത്തം ലൂസ് കണ്ടിട്ടുള്ളത്. അങ്ങനെ ഫിക്സ്ഡ് ഗ്ലാസ് ഇവിടെ ഫിറ്റ് ആയിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, അതിന്റെ പാച്ചിന്റെ പേരുകൾ പറഞ്ഞിട്ടാ ഗ്ലാസ് ടഫൺ ചെയ്ത് വരുന്നവർക്കും അതിന്റെ കട്ടിങ് എല്ലാം കറക്റ്റ് ഇട്ട് വരും. ഇവിടെ 8 ഇഞ്ചാണ് അതിന്റെ അളവ് ഇട്ടിരുന്നത്. നീളം കൊണ്ടാണ് ഞാൻ ലൂസ് കണ്ടിട്ടുള്ളത്. നീളം കൊണ്ട് 6 നൂല് ലൂസ് അല്ലെങ്കിൽ 3/4 ഇഞ്ച് ലൂസ്. അങ്ങനെ ഫിക്സ്ഡ് ഗ്ലാസ് നമ്മളിവിടെ ഫിറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ പാച്ചിന്റെ പുറത്തെ കവറിങ് കഴിച്ചാൽ ഗ്ലാസിന്റെ മുകളിൽ കമ്പനിക്ക് അനുസരിച്ചിട്ട് ഫിറ്റിങ്സിന്റെ കമ്പനിക്ക് അനുസരിച്ച് അവർ ഹോൾസും കട്ടിങ്ങും ചെയ്തിട്ടുണ്ടാവും. അതാണ് ഇത്. ഒരു ടോപ്പിലും തന്നെ നമ്മൾ അതുപോലെ ഫിറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ടോപ്പിലും അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കവറിങ് ഊരിയതാണ്. ഇനി ഈ ഒരു ഇതിന്റെ ലൂസിനെ മുന്നിലേക്കും പിന്നിലേക്കും തള്ളാനുള്ളത്. അതായത് ലൂസ് എടുത്തും മലത്തും നമുക്ക് തിരിക്കാൻ വേണ്ടി ഈ സ്ക്രൂ ലൂസാക്കിയിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെയാണ് അതിന്റെ മേലത്തെ ലൂസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. താഴെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, 4 ഇഞ്ചസിന് തന്നെയാണ് നമുക്കതിന്റെ ലൂസ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. 4 ഇഞ്ചസ് വെച്ചു. അതിന് മുകളിൽ സാധാരണ അതിൽ നമ്മൾ അടിഭാഗം ഗ്ലാസ്സിൽ ഇത് കുടുക്കി. പിന്നെ സാധാ ഗ്ലാസ് ഡോറിന് വരുന്ന മാതിരിയല്ല ഇതിന്റെ മുകൾ ഭാഗം വരിക. മുകളിൽ ഇങ്ങനൊരു ഫിറ്റിങ്സ് ആണ് വരിക. നമ്മളെ സാധാരണ അലുമിനിയം ഡോറിനൊക്കെ വരുന്ന അതുപോലത്തെ ഫിറ്റിങ്സ് ആണ് വരിക. ഇനി ഈ ഗ്ലാസിന്റെ കറക്റ്റ് ലെവൽ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് കറക്റ്റ് അവിടെ ലൈൻ ഉണ്ട്, നമ്മൾ കറക്റ്റ് സെന്റർ കുറച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ മേൽഭാഗത്ത് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ നമ്മളെ ഗ്ലാസ് ഡോർ ഫിറ്റിങ് കഴിഞ്ഞെന്നു. ഇത് പണിയും വീഡിയോ എടുക്കലും ഒക്കെ ഞങ്ങളായതുകൊണ്ട് അതിന്റെ ചെറിയൊരു അപാകത ഇവിടെ ഉണ്ട്. പിന്നെ മേലത്തെ ഫിറ്റിങ്സ് ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മൾ തൂക്ക് നിർത്തിയിട്ട് മാർക്ക് കണ്ടിട്ട് അതിനനുസരിച്ച് സ്ക്രൂ ചെയ്യാം. ഇനി താഴെ ഇതിലാണ് നമ്മളുടെ ഡോറിന്റെ സ്പീഡ് അഡ്ജസ്റ്റ്മെന്റ്. ഇത് രണ്ടിലും നമ്മുടെ ഡോറിന്റെ സ്പീഡ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. പിന്നെ ഡോറിന് ഗ്ലാസ് ലെവലായി നിൽക്കാൻ വേണ്ടിയിട്ട് ഈ നട്ടിലും അങ്ങനെ ഒരു 5 നട്ടനെ നമുക്കിത് കാണാം. അതിൽ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ഡോർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സൈഡ് വലിയുള്ളതൊക്കെ നമുക്ക് അതിൽ ക്ലിയർ ആക്കാം. പിന്നെ ഈ ഒരു സ്ക്രൂ നമുക്ക് ഈ ഫ്ലോർ സ്പ്രിങ് ഗ്ലാസ് ലൂസ് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ മെഷീൻ പൊക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡിലെ ഈ സ്ക്രൂകൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 4 സ്ക്രൂകൾ കാണാം. 2 എണ്ണം അതിന്റെ ഫ്രണ്ടിലുണ്ട്. പിന്നെ ഇതിന്റെ 1 സൈഡ് ഗ്ലാസ് അല്ല, 1 സൈഡ് ഇങ്ങനെ പ്ലൈവുഡിലാണ് കവറിങ് ചെയ്തത്.
അതുകൊണ്ടാണ് ലോക്കിന് നമ്മൾ ഇന്നലെ ഒരു പറ്റി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഹോൾസ് അടിച്ചിട്ടുള്ളത്. അങ്ങനെ ഗ്ലാസ് ഡോർ ഏകദേശം ഫിറ്റായി, ലോക്ക് റെഡിയായി. ഇനി ഇതിൽ എന്തെങ്കിലും മിസ്സിങ്, ഞങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ കാറ്റലോഗും ഉണ്ടാവും. അപ്പോൾ അത് വെച്ചൊന്ന് ചെക്ക് ചെയ്ത് വർക്ക് ചെയ്യുന്നത് എപ്പോഴും നന്നാവും. ഓക്കെ, താങ്ക് യു.